നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മെത്തി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, അതുപോലെ ഒരു 3-4 ഗ്രാമ്പു, പിന്നെ ഒരു 3-4 ഏലക്കായ, ഇത്രയും സാധനങ്ങളാണ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ജീരകമൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്കൊരു 3-4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു മസാല മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. ഇനി അതിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള 2 സവാളയാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 3 വരെ എടുത്തിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് കയറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഏകദേശം ഈ ഒരു കളർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു റോ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് മാറിയതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഒരുപാട് വഴറ്റിട്ടൊന്നും പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3/4 കിലോയോളം ചിക്കനാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അത് കഴിഞ്ഞ് ചിക്കൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചത്. ഇത്രയും പൊടികളാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ആ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളിതിൽ കുറച്ച് നേരം ആ പൊടികളുടെയൊക്കെ ആ ഒരു ഇതൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കട്ട തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് കൂടെ ചേർത്തിട്ട് ഇനി ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആ ഒരു ഗ്രേവി എത്രത്തോളം വേണോ അത്രത്തോളം വെള്ളം, പിന്നെ ചിക്കൻ നന്നായിട്ട് വേഗവും വേണം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ആ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വേകുന്നത് വരെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്കിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ, അതായത് നമ്മളുടെ ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർന്നിട്ടില്ല, അപ്പോൾ അതും കൂടെ ചേർക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ ഗ്രേവിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തി ആണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ കസൂരി മേത്തി കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെ നല്ല വെറൈറ്റി ആയിട്ടായിരിക്കും കിട്ടുക. ഇനി നമുക്കൊരു പകുതി നാരങ്ങയുടെ നീര് അതും കൂടെ പിഴിഞ്ഞ് ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് പഞ്ചസാരയാണ്, അത് നിർബന്ധമില്ല കേട്ടോ. അത് അങ്ങനെ ചേർക്കേണ്ടവർ മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഫ്രഷ് ക്രീമും കസൂരി മേത്തിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്, ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് നേരം തിളക്കൊന്നും വേണ്ട. നല്ല തിക്കായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെ, അതുപോലെ പൊറോട്ട, ഗീ റൈസ്, ഇത്രയും സാധനങ്ങൾ, ചപ്പാത്തി, ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ചിക്കനൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ